بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الله سبحانه وتعالى അള്ളാഹുവിന്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. ആ ഭാഗ്യം, ആ തൗഫീഖ് എല്ലാവർക്കും കിട്ടൂല. അള്ളാഹു ഇഷ്ടപ്പെട്ട വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തിയ അടിമകൾക്ക് മാത്രമേ അതിന് തൗഫീഖ് കിട്ടും, അതിന് ഭാഗ്യം കിട്ടും. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ ദീൻ പഠിക്കാൻ, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിരിക്കാൻ കഴിയുന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം വസിയ്യത്താണ്. വസിയ്യത്ത് ചർച്ചക്കെടുക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ആദ്യം നാം മനസ്സിലാക്കേണ്ട ചില മുഖദ്ദിമാത്ത്, ചില ആമുഖങ്ങൾ. ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു മുഅ്മിനായ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന് 5 അവകാശങ്ങളാണുള്ളത്, 5 ബാധ്യതകൾ. അത് ക്രമത്തിലാണ്. ഒന്നാമത്തത് മയ്യത്ത് പരിപാലനത്തിന്റെ ചിലവ്. ഒരാൾ മരണപ്പെട്ടാല് മയ്യത്ത് പരിപാലനം, മയ്യത്ത് ഒരാൾ മരിച്ചാൽ ആ നാട്ടിലുള്ള മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് ബാധ്യതയാണ് എന്ത് ചെയ്യണം? അദ്ദേഹത്തെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ഖബറടക്കുക, നിസ്കരിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവ് അത് എവിടെ നിന്ന് എടുക്കണം? മയ്യത്തിന്റെ സ്വത്തുനിന്നാണ് എടുക്കേണ്ടത്. മയ്യത്തിന്റെ സ്വത്തില്ലെങ്കിൽ മയ്യത്തിന്റെ ബന്ധുക്കളുണ്ട്. മയ്യത്തിന് സ്വത്ത് ഉണ്ടെങ്കിൽ ആദ്യം ആ സ്വത്തിൽ നിന്ന് എടുക്കേണ്ടത് മയ്യത്തിന്റെ കുളിപ്പിക്കല്, കഫൻ ചെയ്യല്, ഖബറടക്കല്, ഇതുമായി ബന്ധപ്പെട്ട ചിലവാണ്. തെളിവായിട്ട് സഹാബാക്കൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസ് ഖബ്ബാബ് ഇബ്നു അർദ് റളിയല്ലാഹു അൻഹു സഹാബി ഉദ്ധരിച്ച ഹദീസാണ്. ദീർഘമായ ഹദീസാണ്. ഒരാൾ മരിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. വെച്ചിരിക്കാൻ പാടില്ല, ഒരിക്കലും മയ്യത്തിനെ വെച്ചിരിക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്രിഉ ബിൽ ജനാസ, നിങ്ങൾ മയ്യത്ത് വരുവാണെങ്കിൽ പെട്ടെന്നാക്കണം, ധൃതിയാക്കണം, വെച്ച് കാത്തിരിക്കാൻ പാടില്ല. കാരണം ഫഇൻ തകു സാലിഹതൻ ഫഖൈറുൻ തുഖദ്ദിമൂനഹാ ഇലൈഹി, ആ മരണപ്പെട്ട വ്യക്തി സാലിഹായ നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പിന്നെ പോകുന്നത് ഖൈറിലേക്കാണ്. അപ്പൊ പെട്ടെന്ന് ഖൈറിലേക്ക് ഓടണം. ആ മയ്യത്ത് കൊതിച്ചോണ്ടിരിക്കുകയാണ് ഖൈറിലേക്ക് പോകാൻ. ആ മയ്യത്ത് സാലിഹ് അല്ലെങ്കിൽ നല്ല വ്യക്തി അല്ലെങ്കിൽ ആ ഷെറ് നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കണം. മരണപ്പെട്ട് കഴിഞ്ഞാല് നല്ല വ്യക്തികൾക്ക് ഭൂമി സ്വീകരിക്കും. എല്ലാത്തിനും ഭൂമിക്ക് പോലും വേണ്ടാത്ത അവസ്ഥയാണ് സ്വാലിഹല്ലാത്ത. അപ്പൊ ആ ഷെറ് നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഈമാനുള്ള അവസ്ഥയിലാണ് തരുമാറാകട്ടെ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, പെട്ടെന്നാക്കണം. ഖബ്ബാബ് ബിൻ അർദ് റളിയല്ലാഹു അൻഹു പറയാം, ഹാജർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽതമിസു വജ്ഹല്ലാഹ്, നമ്മൾ അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയി. ഫവഖഅ അജ്റുനാ അലാ അല്ലാഹ്, നമുക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകും. ഫമിന്നാ മൻ മാത ലം യഅകുൽ മിൻ അജ്രിഹി ശൈഅ, നമ്മളിൽ ചില ആൾക്കാരുണ്ട് ഹിജ്റ പോയി, എല്ലാ ത്യാഗങ്ങളും സഹിച്ചു, പ്രയാസങ്ങളും സഹിച്ചു. അല്ലാഹു നമുക്ക് പിന്നീട് ഭൂമി വിശാലമാക്കി തന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി. അതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ പെട്ടെന്ന് മരിച്ചുപോയ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മിൻഹും മുസ്അബ് ബിൻ ഉമൈർ
ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു പറയാം, അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഉഹദിൽ ഷഹീദായി, ഹിജ്റ 2-ാം വർഷം ഷഹീദ്, 3-ാം വർഷം ഷഹീദായ സഹാബിയാണ്. ومنا من أينعت له ثمرته فهو يهدمها. ചില ആൾക്കാർ പെട്ടെന്ന് മരിച്ചു, മറ്റു ചില ആൾക്കാർ പിന്നീട് ദീർഘകാലം ജീവിച്ചു. ഇസ്ലാമിന് ആധിപത്യം വന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും അവർക്ക് കിട്ടി. പക്ഷെ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് പ്രയാസങ്ങളും സഹിച്ച് ആദ്യകാലത്ത് മരണപ്പെട്ടു പോയ ചില സഹാബാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിനെ കഫൻ ചെയ്യാൻ ഒറ്റ തുണി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. إذا أغطينا بها رأسه خرجت رجلاه وإذا غطينا رجليه خرج رأسه. നമ്മൾ ആ തുണി കൊണ്ട് തലഭാഗം മറച്ചാൽ കാല് പുറത്താണ്, കാൽഭാഗം മറച്ചാൽ തല പുറത്താണ്. അത്രയും ചെറിയൊരു തുണി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മുസ്അബ് ബിൻ ഉമൈർ അദ്ദേഹം മക്കയിൽ ജീവിച്ചൊരു രംഗമുണ്ട്. മക്കയിൽ അദ്ദേഹം എല്ലാ സുഖലോലുപതയിലും എല്ലാ ആഡംബരത്തിലും ജീവിച്ച സഹാബിയാണ്. മുസ്ലിമായി ഉമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഉമ്മ പറഞ്ഞു, നീ തിരിച്ചു വരുന്നത് ഞാൻ വീട്ടിൽ വെള്ളം പോലെ ഉറക്കൂല. മുസ്അബ് പറഞ്ഞു, ഉമ്മാക്ക് 100 പ്രാവശ്യം ജീവൻ നൽകപ്പെടുകയും ആ 100 പ്രാവശ്യം നിങ്ങൾ മരണപ്പെടുകയും ചെയ്താൽ പുതിയ മതത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരില്ല. ഉമ്മ തോൽവി സമ്മതിച്ചു, ഉമ്മ വീട്ടിൽ പുറത്താക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ വന്നു. ആദ്യം അന്വേഷിച്ചത് എന്റെ സഹോദരൻ മുസ്അബ് എവിടെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെയും സഹാബാക്കളുടെയും ആ സദസ്സിലേക്ക് മുസ്അബ് കടന്നു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു ആ രൂപം, മുസ്അബിന്റെ രൂപം. ഒരു കീറിയ ഒന്ന് പുതച്ചിട്ടുണ്ട്, ഒരു തുണി ഉടുത്തിട്ടുണ്ട്, താടിയും മുടിയും ജടപിടിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ് ഈ വ്യക്തിയെ ഈ രൂപത്തിൽ എത്തിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. ഉഹദിൽ ഷഹീദായി, ശരീരം ദുരിതമാക്കപ്പെട്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ രണാങ്കണത്തിൽ നടക്കാൻ മുസ്അബിന്റെ മയ്യത്ത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്നു, അവിടെ നിന്ന് കരഞ്ഞു. മുസ്അബിന് കരയാൻ മദീനയിൽ ആരുമില്ല, കുടുംബക്കാരാരുമില്ല, എല്ലാവരും മക്കൾക്കാരാണ്. മുസ്അബിന് വേണ്ടി കരയാൻ ആരുമില്ല, പകരം ആര് കരഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അവിടെ നിന്നാണ് റസൂൽ ആയത്ത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ അടിമകളിൽ ചില ആൾക്കാരുണ്ട്, മുഅ്മിനീങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവർ അല്ലാഹുവിന് കൊടുത്ത കരാർ പൂർത്തീകരിച്ചവരാണ്. ഈ ആയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അവർ മുസ്അബിനെ എടുത്തു, കഫൻ ചെയ്യാൻ തുണിയില്ല, ഒറ്റ തുണി മാത്രമേ ഉള്ളൂ. സഹാബി പറയാം, فأمر النبي صلى الله عليه وسلم أن نغطي رأسه وأن نجعل على رجليه من الإدخار. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചു ആ തുണി കൊണ്ട് തലഭാഗം മറക്കാനും കാൽഭാഗം ഇദ്ഖാർ പുല്ല് വെച്ച് മറക്കാനും അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് കൽപ്പിച്ചു. ഈ ഹദീസാണ് തെളിവ്. മയ്യത്തിന്റെ സ്വത്തുനിന്നായിരിക്കണം കഫൻ ചെയ്യാനുള്ള തുണിയും മയ്യത്ത് നിർവ്വാഹനത്തിന്റെ ചിലവും എടുക്കേണ്ടത്. കാരണം അന്ന് സഹാബാക്കളിൽ പണക്കാരായ ധനികന്മാരായ സഹാബാക്കൾ ഉണ്ടായിരുന്ന മദീനത്തിൽ. അവർ 4 നിന്നും റസൂൽ തുണി വാങ്ങിയിട്ടില്ല മുസ്അബിനെ പുറക്കാൻ. ഈ ഹദീസാണ് തെളിവ്. അപ്പൊ ആദ്യം ഒരാൾ മരണപ്പെട്ട ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ മയ്യത്ത് നിർവ്വഹണത്തിന്റെ ചിലവ് അദ്ദേഹത്തിന്റെ സ്വത്ത് എടുക്കണം. അത് ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തത് മയ്യത്തിന്റെ കടം വീട്ടുക. കടത്തിന് ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് കടം രേഖപ്പെടുത്തണം, കടം എഴുതി വെക്കണം. മനസ്സിൽ കുറിച്ചിട്ടാ പോലെ. കാരണം ഏത് സമയത്തും എവിടെ വെച്ചത് മരണപ്പെടും. ആർക്കും ഒരു മുന്നറിയിപ്പുമില്ലാതെ മരണം സംഭവിക്കാം. അപ്പൊ കടം 1 രൂപ ആണെങ്കിലും ശരി, അത് ചെയ്യണം, രേഖപ്പെടുത്തി വെക്കണം. അത് മറ്റുള്ളവരെ അറിയിക്കുക വേണം. വേണ്ടപ്പെട്ട 2-3 ആൾക്കാരെ അറിയിക്കുക വേണം. രേഖപ്പെടുത്തി വെച്ച് മാത്രം വേണം. ചിലപ്പോൾ നമ്മൾ മരണശേഷം അത് കണ്ടുകെട്ടാൻ നേരം വൈകും. അതാരെങ്കിലും അറിയിക്കണം. പ്രധാനപ്പെട്ട വേണ്ട അടുപ്പുള്ള ആൾക്കാരെ അറിയിക്കണം. അത് ബാധ്യത, നിർബന്ധ ബാധ്യത. അല്ലെങ്കിൽ കടം ബാക്കിയായിരിക്കണം. കട 2 രീതിയിലാണ്. ഒന്ന്, മയ്യത്തിന്റെ സ്വത്തുമായി നേരിട്ട് ബന്ധമുള്ള കടം, അഥവാ പണയപ്പെടുത്തിയേക്കണം. അപ്പൊ ഒരാൾ പണയത്തിന് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കടമാണ് ആദ്യം തീർക്കേണ്ടത്. ഒരാളുടെ സ്വത്ത് വീടിന്റെ ആധാരം, ഉദാഹരണത്തിന് വീടിന്റെ ആധാരം പണയത്തിലാണ്, കടം വാങ്ങിയത്. അദ്ദേഹം മരണപ്പെട്ടു.
അപ്പൊ അനന്തരാഷ്ട്രം ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ആ കടം വീട്ടിയിട്ട് ആധാരം തിരിച്ചെടുക്കണം. അത് അദ്ദേഹത്തിന്റെ സ്വത്താണ്, ഓഹരി വെക്കപ്പെടേണ്ട സ്വത്താണ്. അപ്പൊ അങ്ങനെയുള്ള കടമാണ് ആദ്യം മുന്നിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് സാധാരണ കടം. സാധാരണ കടത്തെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് അള്ളാഹുമായുള്ള കടം, സക്കാത്ത്, ഹജ്ജ് മുതലായ ബാക്കിയുള്ള ഒരാൾ സക്കാത്ത് കൊടുക്കുന്നത് കടമാണ്, അള്ളാഹുവിന്റെ കടമാണ്. അതുപോലെ തന്നെ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്, പക്ഷെ ഹജ്ജ് വൈകിപ്പിച്ചു, ചെയ്തില്ല. അതിന്റെ കഴിവും ശക്തിയെല്ലാം ആ കാലഘട്ടത്തിൽ അത് ചെയ്തില്ല. ഇപ്പൊ സക്കാത്ത്, ഹജ്ജ് നിർബന്ധമാക്കുള്ള കടം അത് ബാക്കിയാണ്. അതുപോലെ തന്നെ സാധാരണ മനുഷ്യന്മാരുടെ ഇടപാടിൽ കടം. ഇതിന് മുന്തിക്കേണ്ടത് ആരുടെ കടമാണ്? മനുഷ്യന്മാരുടെ കടമാണ് മുന്തിക്കേണ്ടത്. കാരണം മനുഷ്യന്മാർ എന്തില്ല മാപ്പാക്കി കൊടുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി ആ ഒരു പ്രതീക്ഷയിലേക്ക് വേറെ രക്ഷയില്ല. അള്ളാഹു മാപ്പാക്കി തന്ന അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ അള്ളാഹു പൂർണ്ണ അധികാരം കാട്ടി ശിക്ഷിക്കാം. ആരും ചോദിക്കില്ല. അള്ളാഹു മാപ്പാക്കി തരട്ടെ, മരണപ്പെട്ടവർക്ക് ഉണ്ടാവുന്ന മാപ്പാക്കി കൊടുക്കട്ടെ. അപ്പൊ അതിനാണ് മുന്തിക്കേണ്ടത് ആദ്യം. എന്നിട്ട് ആ കടം കൊടുത്ത് ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹജ്ജ് അല്ലെങ്കിൽ സക്കാത്ത്, ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത്, ഇതൊക്കെ രേഖപ്പെടുത്തണം. കാരണം ഏത് സമയത്തുമ്പോഴത്തേക്കും മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പം മറ്റുള്ള ആൾക്കാരുടെ പൈസ നമ്മുടെ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തണം, കൂടിക്കറങ്ങാൻ പാടില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആരെങ്കിലും എന്തെങ്കിലും പള്ളിക്കൂടിയിട്ട് തരാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് നമ്മുടെ പോക്കറ്റിലുണ്ടാവും, നമ്മുടെ പൈസയും പോക്കറ്റിലുണ്ടാവും. പെട്ടെന്ന് മരണപ്പെട്ട് മറ്റൊരാൾക്ക് അറിയില്ല ഇതാരുടെ പൈസയാണ്, ഒക്കെ രേഖപ്പെടുത്തണം. ആ സമയത്ത് രേഖപ്പെടുത്തണം, പിറ്റത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ആ രീതിയിൽ എന്താണ് മരണം സംഭവിക്കും. ഇപ്പം സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ ആയത്തേതാണ്, ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് കടത്തിന്റെ നിയമം പറയുന്ന ആയത്തുകളാണ്. ഖുർആൻ ഏറ്റവും വലിയ ആയത്ത് അങ്ങനെ നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇപ്പൊ കടം വളരെ സൂക്ഷിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കടബാധ്യതയിൽ നിന്ന് എപ്പോഴും അല്ലാഹുവിനോട് കാവൽ തേടുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വൽ മഗ്റം, കടബാധ്യതയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു. ഒരു മുഅ്മിന്റെ നഫ്സ് അവന്റെ കടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹത്താ യുഖ്ദാ അൻഹു, ആ കടം വീട്ടുന്നത് വരെ. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, മഹ്ബൂസുൻ അൻ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗ പ്രവേശനത്തിൽ നിന്നും ആ നഫ്സ് തടയപ്പെടും അവന്റെ കടം വീട്ടുന്നത് വരെ. നരച്ചൊക്കെ എത്ര ഗൗരവമാണ്. അതൊരു രൂപയാണെങ്കിലും ശരി. ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുവന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു നിസ്കരിക്കാൻ. പിറകിൽ സഹാബാക്കൾ സഫായിട്ട് നിന്നു. റസൂൽ പെട്ടെന്ന് ചോദിച്ചു, ഈ മയ്യത്ത് പോലെ കടവും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബി പറഞ്ഞു, റസൂൽ 2 ദീനാർ ബാക്കിയുണ്ട്, 2 ദീനാർ. റസൂൽ മാറി, റസൂൽ നിങ്ങൾ നിസ്കരിച്ചു, ഞാൻ നിസ്കരിക്കുന്നില്ല. റസൂൽ മാറി. ഇപ്പൊ കൂട്ടത്തിലായിരുന്ന അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സഹാബ പറഞ്ഞു, റസൂലെ ഞാനത് ഏറ്റെടുത്തു, ആ 2 ദിനാർ ഞാൻ കൊടുക്കാം, ഞാൻ ഏറ്റെടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യത്ത് അതിൽ നിന്ന് ഒഴിവായി അത് നിന്റെ ബാധ്യതയാണ്. റസൂൽ നിസ്കരിച്ചു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് എപ്പോഴും എന്നെ കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, ആ 2 ദിനാർ എന്താക്കി കൊടുത്തു എന്ന് ചോദിച്ചോണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ കൊടുത്തു. പിന്നെ റസൂലിനോട് 2 ദിനാർ കൊടുത്തു. റസൂൽ പറഞ്ഞു, ആ മയ്യത്തിന് ഇപ്പോഴാണ് നരകത്തിന്റെ ചൂടിൽ നിന്നും ആ മയ്യത്തിന് സംരക്ഷണം കിട്ടിയത്. 2 ദിനാറാണ്. അപ്പൊ കടം വലിയ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. അത് വാങ്ങി തുടങ്ങിയാൽ അത് ശീലമായാൽ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ മാത്രം എന്ത് ചെയ്യാം, കടത്തിലേക്ക് തിരികെ. ഇല്ലെങ്കിൽ ഉപയോഗിച്ച് ജീവിക്കാൻ ഇരിക്കുന്നത് വളരെ സൂക്ഷിക്കണം കടത്തിൽ നിന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വന്നു, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെട്ട ഷഹീദായ എന്റെ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടുന്നു. റസൂലുള്ളാ എല്ലാ പാപവും മാപ്പാക്കപ്പെടും. ആ സഹാബി സന്തോഷത്തോടെ തിരിച്ചു പോകണം. പെട്ടെന്ന് റസൂൽ തിരിച്ചു വിളിച്ചു, നീ എന്താണ് ചോദിച്ചത് ഒന്നും കൂടി ആവർത്തിക്കാൻ പറഞ്ഞു. സഹാബി ഒന്നും കൂടി ആവർത്തിച്ചു. റസൂൽ പറഞ്ഞു, എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടും, ഇല്ലത്തെ കടമൊഴിച്ചു. ഷഹീദിന് പോലും കടം മാപ്പാക്കപ്പെടില്ല, അത് മറ്റൊരാളുടെ ഹക്കാണ്. സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു
പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അബ്ദുള്ള ഉഹദിൽ ഷഹീദായ സഹാബിയാണ്. അബ്ദുള്ള അദ്ദേഹം ഷഹീദായി. ഉഹദില് ഒരു കബറിൽ രണ്ടാളാണ്. 70 സഹാബാക്കൾ ഷഹീദായില്ല, ഒരു കബറിൽ 2 സഹാബാക്കളാണ്. ജാബിറിന് അബ്ദുള്ളാക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം റസൂലിനെ വാദം ചോദിച്ചു, പല കബറും ഞാൻ പിന്നീട് അടുത്ത് മാറ്റട്ടെ റസൂലിനെ വാദം കൊടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് ഷഹാബിന്റെ തോണ്ടി കബറ് തോണ്ടി. ആ മയ്യത്ത് അങ്ങനെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. അബ്ദുള്ള ചെവിയുടെ ഭാഗത്ത് ചെറുങ്ങനെ മണ്ണ് നിന്നിട്ടുണ്ട്, ഭാഗ്യമൊന്നും സംഭവിച്ചില്ല. മയ്യത്ത് എടുത്ത് മാറ്റി വെച്ചു. അദ്ദേഹം ഷഹീദായ അന്ന് രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ അബ്ദുള്ളാഹ് ചോദിച്ചു, നിന്റെ വാപ്പാനെ സംബന്ധിച്ച് ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ? സ്വഹാബികളെ അറിയിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാപ്പാനോട് ഇന്നലെ അല്ലാഹു സംസാരിച്ചു, മറയില്ലാതെ സംസാരിച്ചു. അല്ലാഹു മറയില്ലാതെ സംസാരിച്ച ഒരേ ഒരു വ്യക്തിയാണ് അബ്ദുള്ള, ജാബിർ അബ്ദുള്ളാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുള്ള. അല്ലാഹു ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? റസൂൽ പറയാം, ആ സഹാബി പറഞ്ഞ മറുപടി, അല്ലാഹുവേ എനിക്കൊന്നുകൂടി ജീവിക്കണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, എന്നിട്ട് ഒന്നും കൂടി എനിക്ക് ഷഹീദാകണം. ഷഹീദ് അത്രയുള്ള സ്ഥാനമാണ് അവനത്. എനിക്ക് ഒന്നും കൂടി ജീവിച്ച് നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഒന്നും കൂടി ഷഹീദാകണം. അല്ലാഹു ഒന്നും നടക്കൂല. ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചു, എന്ത് മരണത്തിന് ശേഷം ഒരു തിരിച്ചു വരവില്ല. അപ്പൊ സാഹചര്യം എന്റെ കാരൻ എന്റെ സഹോദരങ്ങളൊന്ന് അറിയിക്കണം, ഞാൻ ഇത്രയും നല്ല സ്ഥാനത്താണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് മകൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്. അത്രയും സ്ഥാനമുണ്ട് എനിക്ക് ഷഹീദ്. അവന്റെ കടം പോലും മാപ്പാക്കപ്പെടില്ല. അപ്പൊ ആലോചിച്ച് കടത്തിന്റെ ഗൗരവം വാങ്ങിയ എത്ര പെട്ടെന്ന് തീർക്കേണ്ട വർഷം നടത്താം. ഇത് വലിയ അപകടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും കടം വാങ്ങുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കും എന്ന് നീയത്തോടുകൂടിയാണ് ആരും കടം വാങ്ങുന്നതെങ്കിൽ അല്ലാഹു സഹായിക്കും കടം തിരിച്ചു കിട്ടാൻ. ഇത് തിരിച്ചു കൊടുക്കൂല എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വാങ്ങുന്നതിന് വലിയ ആൾക്കാരുണ്ടാകും. നമ്മുടെ സമൂഹം ഇന്ന് കടം തിരിച്ചു കൊടുക്കുന്നതിൽ വലിയ ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്. ഇങ്ങനെ വാങ്ങും, പിന്നെ ഫോണിൽ ചേർക്കില്ല. സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ, സർവ്വസാധാരണ. എത്രയോ ആൾക്കാരുടെ എവിടെയൊക്കെ കടം വാങ്ങി ബാക്കി വെച്ചിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല, രേഖയില്ല, പിന്നെ ഫോണിൽ ചേർക്കില്ല. അത് ചില ആൾക്കാർക്ക് ചോദിക്കാൻ മടിയേ. നല്ല പത്തുള്ള ആൾക്കാരായിരിക്കും, തിരിച്ചു വയ്ക്കാൻ മടി, അങ്ങനെ ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും കടം വാങ്ങുന്ന സമയത്ത് അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള ഉദ്ദേശമില്ലാതെ കടം വാങ്ങുകയാണെങ്കിൽ അവന് കടം തിരിച്ചു കിട്ടാൻ അല്ലാഹു സഹായിക്കില്ല. ഒരു കടം വാങ്ങുന്ന സമയത്ത് ആ നീയത്തോടുകൂടി തന്നെ കടം വാങ്ങുക. ഇനി സമ്പത്തുണ്ട്, തിരിച്ചു കൊടുക്കാൻ പൈസയുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ മടിയുള്ളൂ. സൗകര്യം ഒരു ചെറിയ പ്രയാസത്തിന് കടം വാങ്ങിയതാണ്, പിന്നീട് സമ്പത്തായി കടം തിരിച്ചു കൊടുക്കാൻ നല്ല അവസ്ഥയിൽ എത്തി, എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ മടിയുള്ളവർ അവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും കടം നീട്ടിവെക്കുന്നവൻ, തിരിച്ചു കൊടുക്കാത്തവൻ, അവൻ ചെയ്യുന്നത് ദുൽമാണ്, അക്രമമാണ്, ഹറാമാണ്. ഇതൊക്കെ കടത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ മരണപ്പെട്ടാൽ ആഹ്റത്തിലേക്കും ബാക്കിയാകുന്ന തെറ്റുകൾ അപകടപ്പെടുന്നു. എന്നതുവാ കടം വാങ്ങി കടം കൊടുത്തു തിരിച്ചറിയാൻ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്, അങ്ങനെ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം? ബാക്കി കൊടുക്കണം, വിട്ടുവീഴ്ച കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി. പ്രയാസപ്പെടുന്ന ആൾക്കാർ, ദാരിദ്ര്യമുണ്ട്, അവർക്ക് ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, കടം നീട്ടി കൊടുക്കുക, അവധി നീട്ടി കൊടുക്കുക, ഒരു കടം ചുരുക്കി കൊടുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനിക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കും. ഔ യദഉ അൻഹു, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കടം ഒഴിവാക്കി കൊടുക്കുക. ഇതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യം. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ എന്ത് ചെയ്യണം? രേഖപ്പെടുത്തണം, സാക്ഷ്യവും വേണം. വലിയ സാക്ഷ്യവുമാണ്, വെറുതെ രേഖപ്പെടുത്താൻ മാത്രം പോരാ. കടം കൊടുക്കുന്നതിന് സാക്ഷികൾ വേണം, കടം വാങ്ങുന്നതിന് സാക്ഷികൾ വേണം, അത് രേഖപ്പെടുത്തണം, ഒക്കെ രേഖപ്പെടുത്തണം. ഒരിക്കലും പ്രയാസത്തിൽ പിന്നീട് തർക്കമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതാണ് നീണ്ട കാര്യം.
അപ്പൊ കടം കഴിഞ്ഞു, രണ്ടെണ്ണം കഴിഞ്ഞു. ഒരാൾ മരണപ്പെട്ട സ്വത്തുനിന്ന് കൂട്ടാൻ പറ്റും, പക്ഷെ അത് മറ്റുള്ളവരെ അറിയിക്കണം. ഇവര് എവിടെയെങ്കിലും മരിച്ചാൽ ആരും പെട്ടെന്ന് ഫോണിൽ നോക്കൂല, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നോക്കാം. അതറിയിക്കണം, ആരെങ്കിലും അറിയിക്കണം. അതിപ്പോ നമ്മൾ വെറുതെ കറക്റ്റാവില്ലല്ലോ, മറ്റുള്ളവരെ അറിയിക്കണം. ഒരു മുഖ്യനായ ഒരാള് സാക്ഷ്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഫോണിൽ രേഖപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഫോണിൽ രേഖപ്പെടുത്താം. എഴുതി വെച്ചാലും അല്ല, സാക്ഷികളില്ല. ഇപ്പം സാക്ഷികളില്ലെങ്കിൽ എഴുതി വെച്ചാലും ആരില്ല, മരിച്ച വ്യക്തിക്ക് മാത്രമേ അറിയൂ. അത് അറിഞ്ഞാൽ മതി, മറ്റുള്ള ആൾക്കാർ അറിഞ്ഞാൽ മതി. ചില ആൾക്കാരൊന്നും അറിയില്ല, ഫോണിൽ മാത്രം എഴുതി വെക്കും, ഭാര്യനെ അറിയുന്നുണ്ടാവില്ല. അത് അറിയിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം. ഇതിന്റെ കടം ഇന്ന സ്ഥലത്ത് എഴുതി വെച്ചിട്ട് രേഖപ്പെടുത്തുന്നത് അറിയിക്കും വേണം. ഇതെല്ലാം കഴിഞ്ഞ് മരിച്ച് ലാസ്റ്റ് റൂമൊക്കെ വൃത്തിയാക്കി ചില കാര്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള അടുത്ത് ഒഴിവാക്കുമ്പോഴാണ് പഴയ ഡയറി ഇങ്ങനെ കുറെ കടം കൊടുക്കാനുള്ളതും കുറെ വാങ്ങാനുള്ളതൊക്കെ കാണും. വീടും പക്ഷെ വൈകും. അത് മയ്യത്തിന് പ്രയാസം, വലിയ പ്രയാസം. പെട്ടെന്ന് കടം കിട്ടണം. ചില മഹാന്മാരെന്തേലും ഒരു സഹാബി മരണപ്പെട്ടു. അപ്പം ഒന്നുമില്ല കൊടുക്കാൻ. എല്ലാ മുഗ്നികളെ വിളിച്ചു, സഹാബങ്ങളൊക്കെ വിളിച്ചു. വ്യക്തി കടക്കാരനാണ്, നിങ്ങളെ കഴിയുന്ന രീതിയിൽ സഹായിക്കണം. എല്ലാ സഹാബാക്കളും ഒരേ സഹായിച്ചു. ലാസ്റ്റ് ആ കടം പൂർത്തിയായിട്ടില്ല. ഉള്ളത് റസൂൽ കൊടുത്തു. ബാക്കി നീ മാപ്പാക്കി കൊടുക്കുന്നു. സഹാബിനാണ് മാപ്പാക്കി കൊടുക്കുന്നത്. ഇവരിങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്, സഹോദരത്തിൽ കഴിയുന്നവരാണ്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നത്. പിന്നെ അത് ആ മകന്റെ മുഗ്നിയുടെ വാദത്തിനെ പ്രവർത്തിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട സാധാരണ ഒരു മിഡിൽ ഏജ് ജീവിക്കുന്ന ഒരാൾ നാട്ടിൽ പോയിട്ട് ഇല്ലാതാക്കി പറയുമ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു മിഡിലായിട്ട് ജീവിക്കുന്ന കുട്ടികൾ കടന്നു പോയെങ്കിൽ അത് പുറത്തു വരുമ്പോൾ ഒരു കുറവായിട്ട് നാട്ടിൽ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവും. നാട്ടിൽ എന്നാ കൈകാര്യം പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവും. പള്ളിന്റെ പള്ളിക്കാരും പറഞ്ഞിട്ടുണ്ടാവും. അവരറിയിച്ചാൽ മതി. ഉണ്ട് സാധാരണ പറയുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളൊന്നും അറിയുന്നില്ലാതെ ഉള്ളു. അങ്ങനെ സംഭവം സർവ്വസാധാരണ നടക്കാറുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. അത് വേണ്ടവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അത് ആ സ്വകാര്യതയിൽ തന്നെ എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യാൻ പെടും. ഇത് കഴിഞ്ഞപ്പോ മയ്യത്ത് പരിപാലനത്തിന്റെ ചെലവ്, രണ്ടാമത്തെ മയ്യത്തിന്റെ കടം രണ്ടിനും പറഞ്ഞല്ലോ. മൂന്നാമത്തതാണ് മയ്യത്തിന്റെ വസീയത്ത് നടപ്പാക്കുക എന്നുള്ളത്. മയ്യത്തിന്റെ വസീയത്ത് മശ്റൂആക്കപ്പെട്ടത്, വസീയത്ത് നടപ്പാക്കപ്പെടുന്നത് മയ്യത്തിന്റെ മരണശേഷമാണ്. മയ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുമ്പോഴത്തേയും സ്വതക്കയാവും, ഹദിയ, സ്വതക്ക, ഹിബത്ത്, അങ്ങനെ പല പേരുകളുണ്ടാണ്. എന്റെ മരണശേഷം എന്റെ സ്വത്ത് ഉപയോഗിക്കാൻ അവകാശം കൊടുക്കുന്നതെന്ന് എന്ത് പറയാം, വസീയത്ത് എന്ന് പറയാം. അത് എല്ലാത്തിലും ഉണ്ട്, സ്വത്തിന് മാത്രമല്ല. ഇപ്പൊ മഹാന്മാരെ പണ്ഡിതന്മാർക്ക് എന്ത് ചെയ്യും, മരണപ്പെടുന്ന സമയത്ത് ഇന്ന വ്യക്തി എന്റെ മയ്യത്ത് നിസ്കരിക്കണം, എന്റെ മയ്യത്ത് ഇമാമിക്കണം എന്ന് വസീയത്ത് ചെയ്യാറുണ്ട്. ഇന്ന നാട്ടിൽ എന്റെ ഖബറടക്കണം എന്ന് വസീയത്ത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സുന്നത്തനുസരിച്ചായിരിക്കണം എന്റെ മയ്യത്ത് പരിപാടി നടത്തേണ്ടത്, സുന്നത്തനുസരിച്ചായിരിക്കണം. ഒരു വിധാനത്ത് നടത്താൻ പാടില്ല എന്ന് വസീയത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വസീയത്ത് സുന്നത്തനുസരിച്ച് തന്നെ എത്രയും പെട്ടെന്ന് എന്റെ ഖബറടക്കണം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ വരുന്നതിന്റെ മുമ്പ് ഖബറടക്കി കഴിഞ്ഞു. അതാണ് സുന്നത്ത്. അത് അതേപോലെ ചെയ്യണം. അതാണ് സലഫി പണ്ഡിതന്മാരുടെ മഹത്വം. എന്താണ് സുന്നത്ത്, അതേപോലെ ചെയ്യും, ആരും പരിഗണിക്കില്ല. അപ്പൊ പല രീതിയിലും വസിയത്ത് ചെയ്യാം. വസിയത്ത് നാം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് വസിയത്ത് രേഖപ്പെടുത്തണം. അത് വെറും വാക്കാലാകാൻ പാടില്ല. ഇതിന്റെ ഇടയിൽ മകനായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. ഒരു കുടുംബത്തിൽ പാപ്പ മരണപ്പെട്ടപ്പോ ഒരു മകൻ പറഞ്ഞു, വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന സ്ഥലം എനിക്ക് നൽകിയിട്ടുണ്ട് ഹദിയായിട്ട്. മറ്റുള്ള മക്കൾക്ക് വേറെ കൊടുത്തിട്ടുണ്ട്, ഇന്ന സ്ഥലം എനിക്ക് ഹദിയായിട്ട് നൽകിയിട്ടുണ്ട്. വാക്കാൻ കൊടുത്തതാണ്.
രേഖയില്ല. മംഗലാപുരത്തെ സ്ഥലത്തിന് നല്ല വില. മക്കളെന്ത് ചെയ്തു? അടിയ. രേഖയില്ല, സാക്ഷികളില്ല. മറ്റുള്ള മക്കൾക്ക് കൊടുത്തതിനൊക്കെ സാക്ഷികളുടെ രേഖയുണ്ട്. ഇദ്ദേഹത്തിന് കൊടുത്തതില്ല, വാക്കാൽ കൊടുത്തതാണ്. രേഖയില്ല, പ്രശ്നമായി. അപ്പൊ സ്വത്തിന്റെ അടുത്ത് എന്ത് ചെയ്യും? അവിടെ സാമൂഹിക മറക്കും മനുഷ്യൻ. അവിടെ അതൊക്കെ രേഖപ്പെടുത്തി വെക്കണം. വലിയ പ്രശ്നമായി. പക്ഷെ പിന്നെ അവിടെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് വേറെ കുറെ സ്വത്തുള്ളതുകൊണ്ട് അദ്ദേഹം വിട്ടുവീഴ്ച പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ രേഖപ്പെടുത്തി വാക്കാരായാലും ആരും അറിയില്ല. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് രേഖപ്പെടുത്തൽ നിർബന്ധമാണ്. ഇവർക്ക് കിട്ടാറുള്ളതും ഇവർക്ക് കൊടുക്കാനുള്ളതും വസിയത്ത് എല്ലാം രേഖപ്പെടുത്തൽ ഒരു മുമ്പിന്റെ നിർബന്ധമാണ്. ഇനി വസിയത്ത് ചെയ്യുന്നത് നന്മയിലായിരിക്കണം എന്നതൊരു ശബ്ദമാണ്. ഖൈറായിരിക്കണം വസിയത്ത് ചെയ്യേണ്ടത്. എന്റെ പൈസ ഇന്നൊക്കെ റബ്ബിന് കൊടുക്കാൻ വസിയത്ത് ചെയ്താൽ അത് ഹറാമാണ്, നടപ്പാക്കപ്പെടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാമായ നേരത്തെ സമ്പത്ത് വസിയത്ത് ചെയ്താൽ നടപ്പാക്കപ്പെടില്ല, ഹറാമാണ്. നന്മയിൽ മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള വസിയത്ത് മാത്രമേ നടപ്പാക്കപ്പെടാൻ പാടുള്ളൂ. ഇനി വസിയത്ത് നടപ്പാക്കൽ പാലിത്യങ്ങളൊക്കെ നിർബന്ധമാണ്. ഒരാളൊരു ഖൈറായ വസിയത്ത് ചെയ്താൽ അത് നടപ്പാക്കൽ നിർബന്ധമാണ്. അത് നടപ്പാക്കിയിട്ടില്ലെങ്കിൽ കുറ്റക്കാരൻ. ഒന്നാണ് വസിയത്ത് ചെയ്ത് അത് നടപ്പാക്കണം. അത് നിർബന്ധ ബാധ്യതയാണ് വാലിത്യങ്ങളുടെ. حديث عن أبو هريرة رضي الله عنه حديث إن مما يلحق المؤمن من عمله وحسناته بعد موته. ഒരാൾ മരിച്ചാൽ മരണശേഷം അദ്ദേഹത്തിന്റെ അമല് രേഖപ്പെടുത്തുന്ന അമലുകൾ ഒന്ന് ഇൽമൻ അല്ലമഹു വനശറഹു, അവൻ പഠിച്ചതും ജനങ്ങളെ പഠിപ്പിച്ചതും ഇൽമാണ്, അത് മരണശേഷം ഉപകാരപ്പെടും. രണ്ട് വലദൻ സാലിഹൻ തറകഹു, ഇവൻ ഉപേക്ഷിച്ചു പോയ സാലിഹ്യങ്ങളായ മക്കളാണ്. മൂന്ന് വമുസ്ഹഫൻ വറസഹു, ഇവൻ അനന്തരമായി നൽകുന്ന ഖുർആൻ മുസ്ഹഫാണ്. ഔ മസ്ജിദൻ ബനാഹു, ഇല്ലെങ്കിൽ ഇവൻ നിർമ്മിച്ച പള്ളിയാണ്. പള്ളി ഖിയാമത്ത് നാൾ ഒരു വലിയ ഖൈറായ ഹസനത്ത് നമ്മുടെ ഖബറിൽ ബാക്കിയാവും. ഔ ബൈതൻ ലിബ്നി സബീലിൻ ബനാഹു, ഇല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് മുഅ്മിനീങ്ങൾക്കുള്ള ഒരു വീട് ആരെങ്കിലും വെച്ചു കൊടുത്താൽ അത് ബാക്കിയാവും. ഔ നഹ്റൻ അജറാഹു, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ അതും ബാക്കിയാവും. ഔ സദഖതൻ അഖ്റജഹാ മിൻ മാലിഹി, ഇല്ലെങ്കിൽ അവന്റെ സ്വത്തിൽ നിന്നും അവൻ സദഖയായി നൽകിയത്. ഫി സിഹ്ഹതിഹി വഹയാതിഹി യൽഹഖു മിൻ ബഅദി മൗതിഹി, ഇതൊക്കെ എന്താണ്? ആഖിറത്തിൽ അവന് കിട്ടുന്നതാണ്. അപ്പൊ അവസാനം പറഞ്ഞാണ് എന്ത് ചെയ്യുക? വസിയത്ത് കൊടുക്കുക. ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അവന്റെ സമ്പത്ത് എന്തെങ്കിലും ഒരു ഖൈറായ കാര്യത്തിൽ വസിയത്ത് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ അവനതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ വസിയത്ത് എന്നുള്ളത് മശൂആക്കപ്പെട്ട കാര്യമാണ്, മുസ്തഹബായ കാര്യമാണ്. ഇനി വസിയത്തിന് ചില ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തത്, മരണപ്പെടുന്ന വ്യക്തിയുടെ സ്വത്തിന്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. മൂന്നിലൊരു ഭാഗം, അതിൽ കൂടുതൽ വസിയത്ത് ചെയ്യാൻ പാടില്ല. കാരണം അത് അനന്തരമെടുക്കുന്നവരെ പ്രയാസപ്പെടുത്തലാണ്. ചില ആൾക്കാരുടെ മക്കളോടുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫുൾ സ്വത്ത് ആർക്കും ഗതി കൊടുത്തിട്ട് മരിക്കും. അത് ഹറാമാണ്. കൊടുക്കുന്നത് വളരെ സ്വത്താണെങ്കിലും പ്രയാസപ്പെടുന്നവരാണ് വാലിദ്യങ്ങൾ, അനന്തരമാരാണ് പ്രയാസപ്പെടുന്നത്. അത് ഹറാമാണ്. മൂന്നിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വസിയത്ത് ചെയ്യാൻ പാടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കപ്പെടേണ്ട ആവശ്യവും ഇല്ല. മൂന്നിലൊന്നും മാത്രമേ നടപ്പാക്കപ്പെടാൻ പാടുള്ളൂ. മഹാൻ സഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടക്കാൻ അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞാൻ ഈ കാണുന്ന അവസ്ഥയിലെത്തി, എന്റെ അവസാനമായി, എനിക്ക് തിരിച്ചു വരാൻ കഴിയില്ല, ആ രീതിയിൽ രോഗബാധിതനാണ്, എനിക്ക് ഒറ്റൊരു മോള് മാത്രമേ ബാക്കിയുള്ളൂ, ഞാൻ എന്റെ സമ്പത്ത് പ്രധാന ഭാഗത്തിൽ കൊടുക്കട്ടെ? വേണ്ടെന്ന് ചോദിച്ചു. എന്റെ സമ്പത്തിന്റെ നേരെ പൊരുതി കൊടുക്കട്ടെ? അതും വേണ്ടെന്നോ. മൂന്നിലൊരു ഭാഗം കൊടുക്കട്ടെ? നീ കൊടുത്തോ, എന്നാലും അത് കുറച്ച് അധികമാണ്, അത് കുറച്ച് അധികമാണ്. എന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു,
إنك أن تذر ورثتك أغنياء خير من أن تذرهم عالة يتكففون الناس. നീ നിന്റെ അനന്തരാവകാശികളെ ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി, പാവപ്പെട്ടവരായി, ഫഖീറന്മാരായിട്ട്, ദരിദ്രന്മാരായി ഒഴിവാക്കി പോകുന്നതിനേക്കാൾ ഖൈർ അവരെ സമ്പന്നരാക്കി ഒഴിവാക്കി പോകുന്നതാണ്. അഥവാ അനന്തരവാസികൾക്ക് നേടണം സമ്പത്ത് മാറ്റിവെക്കാൻ വേണം. അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ ആ സമ്പത്ത് അവസാന കാലത്ത് മറ്റാൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം വസിയത്ത് ചെയ്യണം സുലുസ്, 3 ഭാഗം മാത്രമേ വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. ഒരാള് 2 രീതിയിൽ വസിയത്ത് ചെയ്യാം. ഒന്നിനും പോലെ എന്റെ സ്വത്തിന്റെ ഇത്ര ഓങ്ങലി ഇന്നവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന പള്ളിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ താഴെ ചെയ്തിട്ട് പറയും ഇന്ന സ്വത്ത് എനിക്ക് ഇത്ര സ്ഥലമുണ്ട്, ആ സ്ഥലം പള്ളിക്ക് കൊടുക്കണം. 2 രീതിയിലാണെങ്കിലും ആ നിശ്ചയിക്കപ്പെട്ട സ്ഥലം സുലുസിൽ കൂടുതലാണെങ്കിൽ, 3 ഭാഗത്തിന്റെ കൂടുതലാണെങ്കിൽ എത്രയാണോ 3 ഭാഗം വരിക അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് കൊടുത്ത് ബാക്കി അവിടെ തന്നെ നോക്കണം. എങ്ങനെയാണെങ്കിലും 3 ഭാഗത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, വസിയത്ത് നടപ്പാക്കപ്പെടാൻ പാടില്ല. അത് അനന്തരവാസികൾക്ക് പ്രയാസകരമാണ്. ഇത് റസൂൽ നിരോധിച്ചത്. രണ്ടാമത്തത് ലാ വസിയ്യത ലിവാരിഥി, അനന്തരമെടുക്കുന്നവർക്ക് എന്തില്ല, വസിയത്തില്ല. മരണപ്പെടാൻ കിടക്കുമ്പോൾ ചെറിയ മോളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവസാന സമയത്ത് സഹായിച്ച മക്കൾ കൂടെ ഉണ്ടാവും, അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യും. പക്ഷെ അധികം വസിയത്ത് ചെയ്യാം. വാരിധിക്ക് എന്തില്ല, വസിയത്തില്ല. ലാ വസിയ്യത ലിവാരിഥി. ആരൊക്കെ വാരിധികളായിട്ട് വരാൻ? മൊത്തം 25 ആൾക്കാരാണ്. ഉപ്പ, ഉപ്പാൽപ്പ, മോളൊട്ടിങ്ങനെ, ഉമ്മ, ഉമ്മാലുമ്മ, പിന്നെ മയ്യത്തിന്റെ മകൻ, മകന്റെ മകൻ, മയ്യത്തിന്റെ മകള്, പിന്നെ സഹോദരന്മാരുടെ ആമക്കള്, സഹോദര ആമക്കള്, ഭാര്യ, ഭർത്താവ്, പിന്നെ ഉപ്പാല സഹോദരന്റെ ആമക്കള്. അതാണ് മയ്യത്തിന്റെ ഏകദേശം കണക്കുകൊണ്ട് കേട്ടോ. ഇവർക്ക് അനന്തരമായിട്ട് വരാം. ഇവർക്ക് എന്തില്ല, വസിയത്ത് ചെയ്യാൻ പാടില്ല. ചിലരുടെ മക്കൾക്ക് ഏതെങ്കിലും മോൻ മാത്രം വസിയത്തിന് ആൾക്കാരുണ്ട്, അത് നടക്കൂല. ഭാര്യയ്ക്ക് വേണ്ടി വസിയത്തിന് ആൾക്കാരുണ്ട്, ഉമ്മാക്ക് വേണ്ടി വസിയത്തിന് ആൾക്കാരുണ്ട്, അതില്ല, നടപ്പാക്കപ്പെടുകയില്ല. ഇനി ഒരാളിനെ വസിയത്ത് ചെയ്യും, അവന്റെ ബാക്കിയുള്ള സ്വത്തിന് അർഹരായ അനന്തരവാസികൾ എല്ലാവരും ചെയ്തു ഒരേപോലെ ആ വസിയത്തിന് തൃപ്തിപ്പെട്ടാൽ ആ വസിയത്ത് നടപ്പാക്കാം. ഇല്ല അയ്യറുകൾ വളർത്താം. ഒരാൾ വാരിസിന് എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കുന്നവർക്കാണെങ്കിലും വസിയത്ത് ചെയ്താൽ മറ്റുള്ള എല്ലാ വാരിസ്യങ്ങളും ഒരേപോലെ ആ വസിയത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ, അവർ അനുവദിക്കുകയാണെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കപ്പെടാം. അതിന് ഈ 2 ഷർത്ത് വസിയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി വസിയത്ത് ഹറാമാകുന്ന സന്ദർഭം, അനന്തരം എടുക്കുന്ന ആൾക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ് വസിയത്തതെങ്കിൽ ആ വസിയത്ത് ഹറാമാണ്, നടപ്പാക്കപ്പെടാൻ പാടില്ല. ഇതാണ് വസിയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഏതാണ് വസിയത്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസിയത്ത് രേഖപ്പെടുത്തണം. ഒരാൾക്ക് വസിയത്ത് ചെയ്യാൻ മാത്രം സ്വത്തുണ്ട്, വസിയത്ത് ചെയ്യേണ്ട വസ്തു അവന്റെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ വസിയത്ത് എഴുതപ്പെടാത്ത ദിവസം കടന്നു പോകാൻ പാടില്ല. വസിയത്ത് നേടാം, എഴുതി വന്നേ. പേര് സമയത്ത് മരണപ്പെടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും രോഗിയായി കിടന്ന് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തൂല. 2 ദിവസത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് അവന്റെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല വസിയത്ത് രേഖപ്പെടുത്താതെ. നോക്കണം. അപ്പൊ വസിയത്ത് രേഖപ്പെടുത്തണം. അതിനൊരു രീതിയുണ്ട്. എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ഹംദും സലാത്തും കൊണ്ട് തുടങ്ങണം. ഹംദു സലാത്ത് പറയാം, പിന്നെ ഇന്ന വ്യക്തി, ഇന്നാളുടെ മകൻ, ഇന്ന വ്യക്തി എന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു. എഴുതി ഓരോന്നോരോ നമ്പറിട്ട് ഓരോന്നോരോന്ന് എഴുതാം. അവസാനം 2 സാക്ഷികളും 2 സാക്ഷികളും ആ 2 സാക്ഷികളുടെ ഒപ്പ്, പിന്നെ ഇദ്ദേഹത്തിന്റെ ഒപ്പ്. ഇതാണ് വസിയത്തിന്റെ രീതി. ഇതാണ് വസിയത്തിന്റെ രീതി. ആ വസിയത്തിനുണ്ടെങ്കിൽ വസിയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വസിയത്ത് രേഖപ്പെടുത്തി വെക്കുന്നതാണ്. 2 ദിവസത്തിൽ തുടർച്ചയായിട്ട് ചെയ്യാൻ പാടില്ല.
കടന്നു പോകാൻ പാടില്ല. വസിയത്ത് എഴുതാത്ത അവസ്ഥയിൽ വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് വസിയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരാൾ വസിയത്ത് ചെയ്തു, അത് രേഖപ്പെടുത്തി വെച്ചു, അത് അറിയിക്കുകയും ചെയ്തു, എന്താണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇന്ന സ്വത്ത് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെടുന്നതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യാം? ആ രേഖപ്പെടുത്തിയ വസിയത്ത് തിരുത്താനും അത് വേണ്ടാന്ന് നോക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇപ്പൊ ഒരാൾ വിളിച്ചു, തിരുവനന്തപുരത്ത് ഒരാൾ വിളിച്ചു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബക്കാരൻ. അത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്, ഇന്ന ബിൽഡിങ് അതിന്റെ എന്താണ് മാസപരമായ നിനക്ക് വസിയത്ത് ചെയ്ത അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ആ കുടുംബക്കാരൻ നേരായ മാർഗത്തിലല്ല ജീവിച്ചത്, വഴിവിട്ട ജീവിതമായിരുന്നു. അത് മനസ്സിലാക്കി അദ്ദേഹം ആ വസിയത്തിൽ നിന്നും പിന്തിരും, വസിയത്ത് മാറ്റി. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പൊ മറ്റേ വന്നു വസിയത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വന്ന് ഉപ്പ അത് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല, പ്രശ്നമായി. അതൊക്കെ അത് ആ തിരുത്തിയിരുന്നില്ല, രേഖപ്പെടുത്തിയിട്ടില്ല, കൊടുക്കേണ്ടി വന്നു. അതാണ് എല്ലാം നേടണം. തിരുത്തുന്ന സമയത്തും അധികമാക്കുന്നുണ്ടെങ്കിൽ കുറക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നേടണം, രേഖപ്പെടുത്തണം. ഇല്ലെങ്കിൽ സ്വത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താണോ ആരോ പക്ഷെ തിരുത്തിയിട്ടുണ്ട്, അതിന് സാക്ഷിയില്ല, അതിന്റെ രേഖയില്ല. അപ്പോൾ മറ്റൊരു കോടതി പോയി, ഇന്ത്യൻ കോടതിയാണ്, കോടതിപരമായിട്ട് വിധി വന്നു, കൊടുക്കേണ്ടി വന്നു. തൃപ്തിയോടുകൂടി കൊടുത്തതല്ല, കൊടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? രേഖപ്പെടുത്തണം. ഇതാണ് വസിയത്ത്. വസിയത്ത് നടപ്പാക്കപ്പെടുന്നത് മരണശേഷം. എന്ത് വസിയത്ത്, സമ്പത്ത് മാത്രമല്ല, എന്ത് വസിയത്ത് ചെയ്യണം. ഇന്ന കഫത്തുള്ളിനെ കഫർ ചെയ്യണം, ഇന്ന നാട്ടിനെ കവറിറക്കണം, ഇന്നാളെ എന്നെ കുളിപ്പിക്കണം, ഇന്നാൾ എന്നെ മേത്തിസ്കരിക്കണം, എന്റെ ഇന്ന സ്വത്ത് ഇന്നാ കൊടുക്കണം. അതിനെന്തും വസിയത്ത് ചെയ്യാം. അങ്ങനെ ഒരു മുസ്ലിമായ വ്യക്തി വസിയത്ത് ചെയ്താൽ അവന്റെ കുടുംബക്കാർക്ക് അത് നടപ്പാക്കാൻ വാജിബാണ്, നിർബന്ധമാണ്. ഒരാളുടെ മയ്യത്ത്, ഒരാൾ മരണപ്പെട്ട സ്വത്തിന്റെ ആദ്യത്തെ അവകാശം മയ്യത്ത് വരുവാനാണ്. രണ്ടാമത്തത് കടം. കടം രണ്ട് രീതിയിലാണ്. ഒന്ന് അടിമകൾ തമ്മിലുള്ളത്, രണ്ട് അള്ളാഹുവിന്റെ ബാക്കിയുള്ളത്. അതൊന്ന് രണ്ടും. പിന്നീട് എന്താണ്? വസിയത്ത്. വസിയത്ത് നടപ്പാക്കി കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി സ്വത്താണ് വേണ്ടത് അനന്തരവാസികൾക്കിടയിൽ ഓഹരി വെക്കേണ്ടത്. അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരാൾ മരണപ്പെട്ടാൽ കഴിയും വിധം എത്രയും പെട്ടെന്ന് നേടണം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വത്ത് ഓഹരി വെക്കണം. സ്വത്ത് ഓഹരി വെക്കൽ ഭിത്തിക്കാൻ പാടില്ല, വൈകിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണ നടക്കുന്ന ഒരു കാര്യമാണിത്. വാപ്പ മരണപ്പെടും, മക്കൾ സ്വത്ത് ഓഹരി വെക്കൂല, ഭിത്തിച്ച് പിന്നെ ഇങ്ങനെ പോയി ലാസ്റ്റ് ആ മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടു, അവരുടെ മക്കൾ മരണപ്പെട്ടു, അതിനുശേഷമാണ് ഉപ്പാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കാൻ പറ്റില്ല. വലിയ അപകടമാണ്. കാരണം ആ വാപ്പ മരിക്കുന്നതോടുകൂടി അതിന്റെ അവകാശങ്ങൾ മറ്റൊരാളായി തീർന്നു. ഇസ്ലാമികപരമായിട്ട് ശരിയാത്ത നിയമപ്രകാരം അതിന്റെ അവകാശങ്ങൾ മറ്റൊരാളാണ്. അവർക്ക് കൊടുക്കാതെ ഇവരിങ്ങനെ ആസ്വദിക്കാണില്ല, അവർ കഷ്ടപ്പെടാണ്, അവർക്ക് കിട്ടേണ്ട അവകാശമാണ്. ഇത് സ്വത്ത് ഓഹരി വെക്കാതെ ദീർഘിച്ച് പോകുന്നതോറും അവരോട് ചെയ്യുന്നത് ദുൽമാനാണ്. പെട്ടെന്ന് സ്വത്ത് ഓഹരി വെക്കണം. ചിലർക്ക് പ്രയാസമാണ്. നാട്ടുകാരത്ത് പറയും, കുടുംബക്കാരത്ത് പറയും, വാപ്പ മരിക്കാൻ കാലത്തിന് സ്വത്ത് ഓഹരി വെച്ച് ഇതൊക്കെ നാട്ടുകാരെ പൊടിച്ചിട്ട് തീ മാറ്റുന്ന അവസ്ഥയാണ്. ശരിയാത്ത് മാറ്റുന്ന അവസ്ഥയാണ്. ശരിയാത്ത് നടപ്പാക്കുന്നത് ഇത്രയും പെട്ടെന്ന് സ്വത്ത് ഓഹരി വെക്കലാണ്. അതിന്റെ പുറകിൽ പിന്നീട് എന്തില്ല, ആ കുടുംബക്കാർക്കിടയിൽ, ആ സഹോദരന്മാർക്കിടയിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല. അതോ പെട്ടെന്ന് ഓഹരി വെക്കുക. രണ്ട്, ചിലപ്പോ വാപ്പ തന്നെ മരണപ്പെടുന്നതിന് മുമ്പ് സ്വത്തൊക്കെ മക്കൾക്ക് ഓഹരിച്ചു കൊടുക്കും. അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ അവിടെ വരുന്ന മസ്നലാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തുല്യമായിട്ട് കൊടുക്കണോ? ആ മക്കൾക്കും പെൺമക്കൾക്കൊക്കെ ഒരേപോലെ തുല്യമായിട്ട് കൊടുക്കണോ? അതല്ല ഖുർആനിൽ പറഞ്ഞ രീതിയിലാണോ കൊടുക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ പറഞ്ഞ രീതിയിലാണ് കൊടുക്കേണ്ടത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക എന്നുള്ളതാണ്. നീതി വളരെ തുല്യത വളരെ.
നീതി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൊടുക്കലാണ് നീതി. തുല്യത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക. ഇസ്ലാം നടപ്പാക്കാൻ വന്നത് നീതിയാണ്. കാരണം ഒരു 2 പെണ്ണിന്റെ ഓഹരിയാണ് ഒരു ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് പെണ്ണിന് നേരെ ഡബിളാണ് ആണിന്. അതാണ് ഇസ്ലാമിന്റെ നിയമം. അത് ആ രീതിയിൽ തന്നെ കൊടുക്കണം. കാരണത്തിന് മുമ്പാണ് കൊടുക്കുന്നതെങ്കിലും അതാണ് നീതി. കാരണം ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഉമ്മാനും ഇപ്പാനും വാർദ്ധക്യത്തിൽ നോക്കേണ്ട ബാധ്യത ആണിനാണ്, ആൺമക്കൾക്കാണ്. കല്യാണത്തിന്റെ ചിലവ് ആൺമക്കൾക്കാണ്. എല്ലാവിധ ഉത്തരവാദിത്വവും കുടുംബത്തിന് വഹിക്കേണ്ടത് ആൺമക്കളാണ്. പെണ്ണിന് യാതൊരു ചിലവും ഇസ്ലാം കൊടുക്കുന്നില്ല. അവിടെ ചെറുപ്പത്തില് മകളാകുമ്പോൾ പിതാവല്ലെങ്കിൽ സഹോദരന്റെ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. കല്യാണം കഴിച്ച ഭർത്താവ് മരണപ്പെട്ട മക്കള് ഒരാളുടെ കീഴിൽ സുഖമായിട്ട് ജീവിക്കേണ്ടതാണ് ദീനുൽ ഇസ്ലാമിൽ പെണ്ണ്. അവർക്ക് യാതൊരു ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത 2 മക്കളുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇതിന്റെ സ്വത്ത് എങ്ങനെ ഞാൻ കാരണപ്പെട്ടില്ല. എനിക്ക് പ്രായപൂർത്തിയായ ഒരു മകനുണ്ട്, പ്രായപൂർത്തിയാവാത്ത മക്കളുണ്ട്. അപ്പോ സ്വത്ത് ഭാഗ്യപ്പെടുന്നതിന് ഇസ്ലാമിൽ പ്രായപൂർത്തിയാവുക ഇല്ല എന്നുള്ളതില്ല, മാനദണ്ഡമില്ല. പ്രസവിച്ച കുട്ടിക്ക് പോലുന്നുണ്ട് സ്വത്തവകാശം ഇസ്ലാം. അച്ഛന് ഇസ്ലാമിലുള്ളത് വലിയ എന്ന് പറയും. അച്ഛന് ഒരു കുട്ടിക്ക് സമ്പത്ത് അവന്റെ പേരിലേക്ക് ആക്കി കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും, കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലിപ്പോ 18 വയസ്സാണ്, സമ്പത്ത് കൈവശമൊക്കെ 18 വയസ്സാണ്. അപ്പൊ ആ 18 വയസ്സ് വരെ ആ സമ്പത്ത് സൂക്ഷിക്കേണ്ടത് വലിയ എന്ന് പറയുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ ആ മക്കളുടെ ജഡ് ഉണ്ടെങ്കിൽ ജഡ്, ഉപ്പാനുപ്പ അല്ലെങ്കിൽ ഉപ്പാന സഹോദരന്മാർ, അവിടെ നിർബന്ധ ബാധ്യതയാണ് യതീമായ ആ മകന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളത്. അവരാണ് ഖുർആൻ പറഞ്ഞത് യതീമിയുടെ ബാധ്യതയായിട്ട് യതീം മക്കളുടെ സ്വത്ത് തിന്നാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ട വാജിബ നിർബന്ധ ബാധ്യത വലിയ ബാധ്യത. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح.
കാര്യങ്ങളാണ് വസിയത്തിന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അനന്തരവാസികൾക്ക് കൊടുക്കേണ്ട നിയമം അത് വിശാലമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അതിൽ കുറെ നാട്ടാചാരം നമ്മൾ കടന്നുകൂടിയിട്ടുണ്ട്. ഉമ്മ വെച്ചാൽ ഉമ്മക്ക് അധികം, ഉപ്പ വെച്ചാൽ ആമക്ക് അധികം, അങ്ങനത്തെ കുറെ നമ്മളൊക്കെ ഉണ്ട്. അതൊക്കെ വലിച്ചെറിയപ്പെടേണ്ട സമയം അതിക്രമിച്ചു. അതൊക്കെ ചവിട്ടി താക്കണം. ദീനിന്റെ നിയമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ഈ നാട്ടില് സലഫികളെ നമ്മൾ മാത്രമേ നാട്ടിൽ കൊണ്ടുവരണം. പഠിക്കണം, മറ്റുള്ളവർ പഠിപ്പിക്കണം. നാട്ടിലത് പ്രാവർത്തികമാപ്പിക്കണം. നമ്മുടെ നാട്ടിൽ പത്തുകൊണ്ടാണ് വിചാരിച്ച കഴിയും. നമ്മളിങ്ങനെ നമ്മളെ കുടുംബം ഭാര്യ മക്കളായിട്ട് ഇങ്ങനെ സുരക്ഷിത ജീവിച്ചാൽ ആവുക. അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടണം. സഹാബാക്കൾ ഇറങ്ങിയവർ. അന്ന് സഹാബാക്കളെ മക്കൾക്ക് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും എന്റെ കുടുംബം സുഖമായിട്ട് ജീവിക്കേണ്ടത് പറഞ്ഞിട്ട് മാറിയെന്നാണോ? ഇല്ല, അവരൊന്നുമില്ല. എല്ലാം തിരിച്ച് എല്ലാം ഒഴിവാക്കി ദീനിന് വേണ്ടി പണിയെടുക്കും. നമ്മുടെ നാട്ടിലെ ആക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിന്റെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും ഇൻഷാ അല്ലാഹ്. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.